സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക്. കേരളത്തിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നതിനെതിരെ കോൺഗ്രസും CPM-ഉം രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. എന്നാൽ BJP ഈ തീരുമാനത്തോട് അനുകൂലമാണ്. പൗരരല്ലാത്തവർ വ്യാജരേഖ ചമച്ച് വോട്ടർ പട്ടികയിൽ കയറിക്കൂടുന്നുവെന്ന പ്രശ്നത്തിന് പരിഹാരമാണ് SIR എന്നാണ് BJPയുടെ നിലപാട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വാഗതം ചെയ്തു. ഇതിനിടെ SIR-ൽ നിന്ന് അസമിനെ കേന്ദ്രം ഒഴിവാക്കിയതിൽ ദുരൂഹത. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് അസം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ SIR പ്രഖ്യാപിച്ചതിൽ വ്യാപക എതിർപ്പുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ അസമിനെയും മഹാരാഷ്ട്രയെയും ഒഴിവാക്കിയപ്പോഴാണ് കേരളത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസമിൽ പൗരത്വത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നിലനിൽക്കുന്നതും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പൗരത്വ പരിശോധന നടക്കുന്നതിനാലാണ് ഒഴിവാക്കിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. അസമിലെ ഭരണം BJPയുടെ കയ്യിലാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത വെല്ലുവിളികൾ BJPയെ കാത്തിരിപ്പുണ്ട്. SIR-നെ സ്വാഗതം ചെയ്യുന്നതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു. എന്നിട്ടും അസമിനെ ഒഴിവാക്കിയതിലെ രാഷ്ട്രീയമാണ് രാജ്യം ചർച്ച ചെയ്യുന്നത്. പൗരത്വവും കുടിയേറ്റവും അസമിലെ പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളാണ്. ഈ രണ്ട് വിഷയങ്ങളും BJP രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIR നടപടിയിൽ BJPക്ക് ആശങ്കയുണ്ട് എന്നതാണ് സത്യം. അസമിലെ കുടിയേറ്റക്കാരിൽ ബംഗാളി സംസാരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളുമുണ്ട്. ബംഗാളി ഹിന്ദുക്കൾ BJPയുടെ വോട്ട് ബാങ്കാണ്. SIR-നെ ഇവർ എതിർക്കുന്നുണ്ട്. ബംഗാളി സംസാരിക്കുന്ന ഹിന്ദുക്കളും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമോ എന്നാണ് BJP ആശങ്കപ്പെടുന്നത്. അതിനാലാണ് SIR അസമിൽ വേണ്ടെന്ന നിലപാടിലേക്ക് BJPയെ നയിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക.